Hello, welcome back to my YouTube channel. It's me Rifna and you're watching me and my world. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നതിന് മുമ്പ് എൻ്റെ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ എന്തായാലും കഴിഞ്ഞ വീഡിയോ കാണണം. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ട് 2 ആയിട്ടാണ് ഈ വീഡിയോ പോകുന്നത്, പക്ഷെ പാർട്ട് 2 അല്ല. അപ്പോൾ ഇത് ഞങ്ങൾ കണ്ണൂർക്ക് പോകുന്ന വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം ഒന്ന് ഡ്രസ്സ് എടുക്കാൻ കയറിയിട്ട്, ഡ്രസ്സല്ല ഉമ്മാക്ക് കുറച്ച് ചെരുപ്പ് എടുക്കാൻ, ചെരുപ്പ് എടുക്കാൻ ഞങ്ങൾ ഇവിടുന്ന് നാട്ടിൽ പോകുമ്പോൾ ചെരുപ്പ് വാങ്ങിച്ചിരുന്നു. ആ ചെരുപ്പ് പെട്ടെന്ന് തന്നെ തകരാറ് വന്ന് ഒരു ദിവസമൊന്നും ഇട്ടിട്ടില്ല. ഗോഡൗണിൽ കൊറോണ ടൈമിൽ എടുത്തു വെച്ചില്ലേ, അപ്പോൾ അങ്ങനെ കേടുന്നതായിരിക്കും എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ചെരുപ്പ് മാറ്റിയിട്ട് ഞങ്ങൾ മാറ്റാൻ കൊണ്ടുവന്ന ചെരുപ്പും ഞങ്ങൾക്ക് തന്ന്, പിന്നെ പുതിയൊരു ചെരുപ്പ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഉമ്മാക്ക് ലോട്ടറി അടിച്ച മാതിരിയാണ് ഫീൽ ചെയ്തത്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ചെരുപ്പ് മാത്രമല്ല വാങ്ങിച്ചത്, കുറച്ച് ബ്രേസ്ലെറ്റ്, മാല, വള, അങ്ങനത്തെ ചെറിയ കുഞ്ഞു ഫാൻസി ടൈപ്പ് തിങ്സ് വാങ്ങിച്ചിട്ടുണ്ട്. പറഞ്ഞില്ലേ, ചോയ്സ് ആണ്. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ വ്യൂവർ ആണ് എന്നിട്ട് ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, എന്നാലേ ഞാൻ അയക്കുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് സമയത്തിന് എത്തുകയുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഈ പോകുന്നത് കോഴിക്കോടിൻ്റെ റോട്ടിലൂടെയാണ്. ഞങ്ങൾ ഒരു കൊല്ലം പോലെയായി ഞങ്ങൾ കോഴിക്കോട് ബീച്ചിലോട്ടൊക്കെ വന്നിട്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ട്, ഞങ്ങൾ ഇതുവരേക്കും വന്നിട്ടുണ്ട് പക്ഷെ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഇതാ കണ്ടൊന്ന് എന്തെങ്കിലും വെള്ളമൊക്കെ കുടിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട് കേട്ടോ, കാരണം ഉച്ചക്കൊരു 12 മണിയാണ് ബ്രേക്ക്ഫാസ്റ്റ്, രാവിലെ 9 മണിക്കാണ് ഞങ്ങൾ കഴിച്ചത്. അപ്പോൾ നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ പാത്തിലൂടെ ഇങ്ങനെ പോയി നോക്കുകയാണ് ഞങ്ങൾ എവിടെ ഉള്ളത് എന്ന്. അപ്പോൾ ഞങ്ങൾ ഒരു കട കണ്ട്, അവിടെ ഒരുപാട് കട ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഈ ഒരു കടയിൽ കയറിയിട്ട് അവിടുന്ന് 5 സർബത്ത് വാങ്ങിയാണ്. ഈ തട്ടുകട മാതിരിയുള്ള ഒരുപാട് സൈക്കിളുണ്ട്. ഐസ്ക്രീം, പൊരിച്ചത്, കഴിച്ചത്, പിന്നെ ഉപ്പിലിട്ടത്, വെള്ളവും ചണ്ടി ഐസ്, അങ്ങനത്തെ ഓരോന്നുണ്ട്, ഒരുപാടുണ്ട് കേട്ടോ. പിന്നെ ടോയ്സ്, പിന്നെ ബലൂൺ, അങ്ങനത്തെ ഓരോന്ന്. പിന്നെ ഞങ്ങൾ കല്ലുമ്മക്കായ വാങ്ങിച്ചിരുന്നു, പക്ഷെ കല്ലുമ്മക്കായ തലേന്നത്താണ് തോന്നുന്നത്, കാരണം അത് ഒരു ഇതില്ല, ടേസ്റ്റ് ഇല്ല. അപ്പോൾ കഴിച്ച് ഞങ്ങൾ ലൈമ് വാങ്ങിച്ചിട്ടുണ്ട്. ഞങ്ങൾ ലൈമ് വന്ന്, അപ്പോൾ എൻ്റെ അനിയത്തിയാളതൊക്കെ കണ്ടു, അവരിതൊക്കെ വേറെ നല്ല ടേസ്റ്റി ഫ്ലേവറാണ്, അവർക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്കത് ഇഷ്ടമായിട്ടില്ല, കാരണം അതിനെന്തോ ഒരു ഫ്ലേവർ, വേറെ എന്തോ ഫ്ലേവർ. പക്ഷെ വിശന്നിട്ട് ഞാനത് കുടിച്ചു. പിന്നെ ഞങ്ങളില്ലേ ഉപ്പിലിട്ട് മാങ്ങയാണ് വാങ്ങിച്ചത്. നല്ല പുളിയും ഉപ്പൊക്കെ പിടിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നെല്ലിക്ക
നെല്ലിക്ക, മാങ്ങ, ജാതിക്ക, പൈനാപ്പിള്, ക്യാരറ്റ്, പിന്നെ ഒരുപാടൊന്നല്ല പുളി കുറേ ഉണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് എനിക്ക് പേര് അറിയാത്തൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരൊന്നും അറിയില്ല. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, കുറച്ച് മാങ്ങ വാങ്ങിയിട്ട്, കുറച്ച് ഉപ്പിലിട്ട കാര്യങ്ങൾ, മാങ്ങ മാത്രമല്ല നെല്ലിക്ക അങ്ങനെ വാങ്ങിയിട്ട് വണ്ടിയിൽ വെച്ച് വണ്ടിയിൽ നിന്ന് തിന്നാൻ. പിന്നെ ഞങ്ങൾ ഇനി നേരെ എന്ത് ചെയ്യുക, കണ്ണൂർക്ക് വിടുകയാണ്. പേഴ്സ് ഞങ്ങളില്ലേ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പം നല്ല പൊരിഞ്ഞ വെയിൽ, പിന്നെ അത് കഴിച്ചതില്ല, അപ്പം നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുക, ഒരു നല്ല റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട്. ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ സെവോയി റെസ്റ്റോറൻ്റ് ആണ്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത് ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് ഞങ്ങൾ കാറിലാണ് പോയത്, പക്ഷേ ഇതൊരു ഓട്ടോയിലാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങളില്ലേ കണ്ണൂരിലെത്തിയിട്ട് ഒരുപാട് ദിവസമായിട്ട് ഞങ്ങൾ പുറത്ത് പോകുന്ന വീഡിയോ ആണ്. ഞങ്ങൾക്ക് ബോറടിച്ചിട്ട് പുറത്ത് പോകുന്ന ഒരു വീഡിയോ ആണ്. ഞങ്ങൾ വെറുതെ കടലിൽ ഇങ്ങനെ പോവാണ്. കടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് ഇങ്ങനെ വരാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ ഉപ്പാക്ക് കടലിനെ പറ്റിയ എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പോൾ ഉപ്പ ഇങ്ങനെ ഞാൻ ഓരോന്ന് ചോദിക്കുമ്പോൾ അതിന് ഓരോന്ന് ഇങ്ങനെ എന്നോട് ഇങ്ങനെ പറഞ്ഞു തരികയാണ്. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് അറക്കൽ മ്യൂസിയമാണ്. ഈ അറക്കൽ മ്യൂസിയം തുറന്നിട്ടില്ല. ഈ അറക്കൽ മ്യൂസിയം തുറന്നാൽ ഞാൻ നിങ്ങളെ ഉറപ്പായാലും ഞാൻ എന്ത് ചെയ്യാം, നിങ്ങളെ കാണിക്കാം. ഞങ്ങൾ ബീച്ചിലൊക്കെ പോയി വന്നിട്ടോ ഗൈസ്. ഞങ്ങൾ ബീച്ചിലൊക്കെ പോയി ഞങ്ങൾ കാണിക്കാൻ പറ്റിയിട്ടില്ല, കാരണം ഞാൻ പ്ലാൻ്റെ ഒരു ഇതിലൊക്കെ ബീച്ചൊക്കെ കണ്ടപ്പോൾ അതിൻ്റെ ഒരു ഇതിലായിപ്പോയി. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി എന്നതാണ്. കേരള വിലാസ് ഹോട്ടൽ എന്നാണ് പേര്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ ബീച്ചിലേക്ക് പോയത് എന്താണെന്ന് വെച്ചാൽ ഉമ്മക്ക് നടക്കാൻ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഉമ്മ ഇങ്ങനെ നടക്കാൻ പോകും. പിന്നെ ഞങ്ങൾക്ക് ബീച്ചും പോകണം. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ബീച്ചിൽ പോയി ഉമ്മ അവിടെ നടന്ന് ഞങ്ങൾ ഇങ്ങനെ കഴിക്കുകയും ചെയ്ത്. ഞങ്ങൾ നെയ് റോസ്റ്റാണ് വാങ്ങിച്ചിട്ടുള്ളത്. നെയ് റോസ്റ്റ്, വട, സാമ്പാർ, ചട്നി. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. സാമ്പാർ, ചട്നിയും പിന്നെ നെയ് റോസ്റ്റൊക്കെ നല്ല ടേസ്റ്റായി, നല്ല അടിപൊളിയായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഒന്നും കൂടി പറയാൻ, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നെയ് റോസ്റ്റ് വട നല്ല ക്രിസ്പിയായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ലതെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ എന്ത് ചെയ്ത്, മുല്ലപ്പൂവിൻ്റെ കട കണ്ടപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ച്. ഞങ്ങൾക്ക് നിർബന്ധം, കാരണം ഇതുവരെയൊക്കെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ഒരു ആഗ്രഹം വാങ്ങിക്കാൻ. പിന്നെ എൻ്റെ പല ചെരുപ്പ് പൊട്ടിയപ്പോൾ അത് തുന്നിച്ച് ഇവിടെ. അപ്പോൾ ഗൈസ് പിന്നെ ഞങ്ങൾ മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ച് പറഞ്ഞു. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യുക, ഇനി ഒന്നും കൂടെ ബീച്ചിൻ്റെ സൈഡിലൂടെ പോകാമെന്ന് വിചാരിച്ചു.
എൻ്റെ അനിയത്തിയാൾക്ക് ഭയങ്കര ആഗ്രഹം ഒന്നും കൂടെ പോകണമെന്ന്. അനിയത്തിയാൾക്ക് മാത്രമല്ല എനിക്കും ഉണ്ട് ഭയങ്കര ആഗ്രഹം. അപ്പം എന്ത് ചെയ്യുക, ഞങ്ങളെന്ത് ഒന്നും കൂടെ പോകാമെന്ന് വിചാരിച്ചു. നല്ല വെയിലാണ്, അതുകൊണ്ട് ഇപ്പം അങ്ങോട്ട് പോകാൻ അയച്ചില്ല. കുറച്ച് നേരം അവിടെയൊക്കെ നിന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്ത് വെറുതെ അങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ നിന്ന്. പിന്നെ ഞങ്ങൾ എന്താ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നിങ്ങൾ ഇതിൽ ഞങ്ങളെ പെർഫോമൻസ് ഒക്കെ കാണുന്നുണ്ടാവും. ഞങ്ങളും അനിയത്തിയാളും ഞാൻ തമ്മിലുള്ള കുറച്ച് കോൺവെർസേഷനാണ് അത്, തിരക്കൂടുന്ന മാതിരിയുള്ള കോൺവെർസേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾ എന്തായാലും അത് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ എന്തായാലും കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.